ഫസ്മിനെ ലേറ്റസ്റ്റ് ആയിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേയധികം ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടായിരുന്നു ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ, കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു ഫസ്മിനെയും ലല്ലുമായിട്ട് ഒന്നിച്ചു, പലയിടത്തും വെച്ച് ഒരുമിച്ച് കണ്ട് എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ മറുപടിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നിച്ചോ, എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യമൊക്കെ ഫസ്മിന പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഫസ്മിന മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം കുറേയധികം പ്രാവശ്യം ഈ ഒരു ലല്ലു ഉണ്ടെങ്കിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ താൻ അവോയ്ഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വട്ടം ഉണ്ടെങ്കിൽ കേസിൻ്റെ ഭാഗമായിട്ട് ഇവരെ ലല്ലുവിനെ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണുന്ന സമയത്ത് തൻ്റെ മുമ്പിൽ വെച്ച് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കരമായിട്ട് വിഷമം തനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലല്ലു പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ തന്നോട് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, എന്നോട് ക്ഷമിക്കണം, ഇപ്പം എനിക്ക് വീട്ടിലൊന്നും കയറാനില്ല, ഞാനുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനോ പൈസയൊന്നുമില്ല, വാടകയ്ക്ക് കൊടുക്കാനോ പൈസ ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ലല്ലു ഉണ്ടെങ്കിൽ ഫസ്മിനെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ വിശ്വസിച്ചില്ലെങ്കിൽ പോലും താനുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ലല്ലുവിനെ വിശ്വസിച്ചെന്നും ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഇടയ്ക്കിടയ്ക്ക് താമസ സ്ഥലത്തിന് കൊടുക്കാനും അതുപോലെ തന്നെ ഫുഡിനുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ഈ ഒരു ഫസ്മിനെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ തൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും തന്നെ ചതിക്കത്തില്ല, ഒരു വട്ടം നടന്നു പോയതാണ്, ക്ഷമിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുമിച്ചല്ല താമസിച്ചത്. അതിനുശേഷം 2 സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഫുഡിന് വേണ്ടിയുള്ളൊക്കെ പൈസയൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തനിക്കൊരു വിഷമം തോന്നി. ഈ ഒരു ലല്ലുവിനെതിരെ കൊടുത്ത കേസൊക്കെ പിൻവലിക്കാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ച് കേസ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ലല്ലുവിൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മാറുകയും തനിക്കെതിരെ പഴയ കണക്ക് തന്നെ സംസാരിക്കുകയും തനിക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ പേര് ഉപയോഗിച്ച് പലർക്കും മെസ്സേജ് അയക്കുകയും തൻ്റെ വാട്സപ്പൊക്കെ ആ ഒരു നമ്പരൊക്കെ ഉള്ള സിമ്മ് ഈ ഒരു ലല്ലുവിൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് പ്രമോഷൻ ഒക്കെ വരുന്ന അതൊക്കെ ഒഴിവാക്കി വിടുകയും കുറേയധികം പെൺകുട്ടികൾക്ക് മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയക്കുകയും ഞാൻ ലെസ്ബിയനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഫസ്മിന പറയുന്നുണ്ട്. എന്തായാലും താനുമായിട്ട് ഇപ്പോഴും ഭയങ്കര പ്രശ്നത്തിലാണ്. താൻ ഇടയ്ക്ക് വെച്ച് അവനെ വിശ്വസിച്ചു, പക്ഷെ പിന്നെയും ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഫസ്മിന പറയുന്നത്. ഇതോടെ തന്നെ ആൾക്കാർ കമൻറ്റിൽ ഇടുന്നുണ്ട്, ഒരാൾ ഒരു വട്ടം ചതിച്ചു കഴിഞ്ഞാൽ പിന്നെയും വിശ്വസിക്കാൻ നിൽക്കരുത്, അവർ പിന്നെ നിങ്ങളെ ചതിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് ഫസ്മിനയ്ക്ക് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു.